ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മുറുക്കുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അരിമുറുക്കാണത്. ഇതുപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുമോ എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. നമ്മുടെ നാട്ടിൽ പാലക്കാട്ടിൽ ഇത് സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങളുടെ ആൾക്കാരുടെ സ്പെഷ്യൽ മുറുക്കാണിത്. ഇനി അതിലേക്ക് വേണ്ടി നമ്മൾ 2 കിലോ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതാ വെള്ളത്തിലിടുകയാണ് നമ്മൾ ഊറാനായിട്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു അരനാഴി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി ഉണ്ടല്ലോ, അതും കൂടി വറുത്ത് ചേർക്കും കേട്ടോ. വറുത്ത് പൊടിച്ച് ചേർക്കും. അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടി ബോൾ ഉഴുന്നാട്ടോ എടുക്കുന്നത്. 1.5 നാഴി ബോൾ ഉഴുന്ന്, ഞാൻ അത്രേ ചേർക്കാറുള്ളൂ. അത് വറുത്തെടുക്കുകയാണ്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ അരിയൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് അരി പൊടിച്ചും മുറുക്കുണ്ടാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ അരി ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഇതൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പൊടിക്കുന്നതിനെക്കാട്ടിയും അതിലേക്ക് വേണ്ടി നമ്മൾ എള്ളും ജീരകവും ചേർക്കുന്നുണ്ട്. ഇനി ഉഴുന്ന് നമ്മൾ പൊടിക്കുകയാണ്. നമ്മൾ മിക്സിയിലിട്ട് തന്നെയാണ് പൊടിക്കുക. ഈ ഉഴുന്നും നമുക്ക് മെഷീനിൽ കൊടുത്ത് പൊടിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഇതാ ചിറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുറുക്കാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ സ്പെഷ്യൽ. അപ്പോൾ ഞങ്ങളപ്പോൾ 10 കിലോൻ്റെ അരിയൊക്കെ ഈ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഇടും. എന്നിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്നിട്ടാണ് ഈ മുറുക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ കല്യാണ സ്പെഷ്യൽ കൂടിയാണ് ഈ മുറുക്ക്. ഇപ്പം ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും മോളും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കിലോ അരിയൊക്കെ നമ്മൾ മുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഷ്ടിച്ച് നമ്മളിരുന്ന് ഇത് ചുറ്റി ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചുറ്റി വെച്ച മുറുക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതാ പാൻ വെച്ചു. നമ്മളിതാ എണ്ണ ചൂടായി എണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. രണ്ട് വശം ഒരുപോലെ ആവാനായിട്ട് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി 2 പുറവും ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ മുറുക്ക് എടുക്കുകയാണ് കേട്ടോ. മുറുക്ക് റെഡി ആയിരിക്കണു. അപ്പോൾ നമ്മൾ മുറുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. കോരിയെടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ മുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. എണ്ണ വല്ലാതെ വലിച്ചെടുക്കില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.